വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപത്തിന് സർക്കാരിന്റെ അനുമതി തേടി അദാനി പോർട്ട് ലിമിറ്റഡ് സർക്കാരിന് അപേക്ഷ നൽകി. നിയമപരമായി ഓഹരി കൈമാറ്റത്തിന് അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശരണ്യ, വലിയ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും എല്ലാം ഒടുക്കമാണ് ഇപ്പോൾ ഈ അദാനി പോർട്ട് സംസ്ഥാന സർക്കാരിനോട് വിദേശ നിക്ഷേപത്തിന് അനുമതി തരണമെന്ന രീതിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ വിശാൽ എംഡി ആയിട്ടുള്ള ഇത്തരത്തിലൊരു കത്ത് അദാനി പോർട്ട് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ആയിരുന്നു ഇത്തരത്തിൽ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ഒരു 49% ഓഹരി പങ്കിടാൻ ഒരു തീരുമാനം എടുത്തതായിട്ടുള്ള കാര്യം അദാനി പോർട്ട് വ്യക്തമാക്കിയത്. പത്രക്കുറിപ്പിലൂടെയായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ നിയമസഭ കൂടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് താൻ ഈ വാർത്ത അറിഞ്ഞത് എന്നാണ് ഈ മുഖ്യമന്ത്രി അടക്കം ഇത് വ്യക്തമാക്കിയത്. പക്ഷേ ഈ ഒരു അദാനിയുമായി ഒരു അദാനി പോർട്ടുമായിട്ടുള്ള ഈ കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ അറിയാതെ ഇത്തരത്തിലുള്ള അനുമതി തേടാൻ ഈ അദാനി പോർട്ടിന് ഒരു അധികാരമില്ല. അത്തരത്തിൽ അധികാരമില്ലാത്തൊരു സമയത്താണ് സംസ്ഥാന സർക്കാർ അറിയാതെ, സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടാതെ ഒരു നീക്കത്തിലേക്ക് അദാനി പോർട്ട് പോയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉയർത്തി. മംഗലാപുരം യാത്രയിലടക്കം സതീശൻ ഉണ്ടാക്കിയ ഡീല് ഈ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട ഈ ഡീലാണോ, ഇതിന്റെ ഭാഗമായിട്ടാണോ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് 49% ഓഹരി നൽകാനുള്ള തീരുമാനം എടുത്തത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇത്തരത്തിലുള്ള ഒരു കമ്പനിക്ക് മാത്രം 49% ഓഹരി നൽകുമ്പോൾ അവർ മാത്രം ഈ ഓഹരി കൈമാറ്റത്തിലേക്ക് കൊണ്ടുവരും മറ്റ് കമ്പനികൾ, ഈ വിഴിഞ്ഞത്തേക്ക് എത്താനിരിക്കുന്ന മറ്റു കമ്പനികളെ ഇത് ബാധിക്കും. അവർക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു തടസ്സം ഉണ്ടാക്കും. ഇത് വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞത്തെ പുറകോട്ടടിപ്പിക്കുന്ന ഒരു നിലപാടാണെന്നടക്കം വലിയ വിമർശനങ്ങൾ CPM-ഉം LDF-ഉം ഒക്കെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ വിശാൽ എംഡി ആയിട്ടുള്ള ജെറോമിക് ജോർജിനും നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അടക്കമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരേണ്ടതുണ്ട്. ഈ യോഗം ചേർന്ന് ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും മുഖ്യമന്ത്രിക്ക് ഇതിലൊരു മറുപടി. ഈ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുക. അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ അടക്കം ഒരു അനുമതി നേടിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു നീക്കം ഈ അദാനി ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇത്രയും പ്രോസസ്സുകളുള്ള ഒരു സമയത്താണ് ഇങ്ങനെയൊന്നും നടത്താതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അദാനി പോർട്ടും ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി വലിയൊരു ഡീലിൽ എത്തുന്നത്. ഈ ഡീലിന് വലിയ ചോദ്യം ചെയ്യലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനൊടുക്കമാണ് ഇന്ന് ഗതികെട്ട ഒരു അവസ്ഥയിൽ ഈ അദാനി പോർട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ ഈ വിശാൽ എംഡി ആയിട്ടുള്ള ജെറോമിക് ജോർജിനും അയച്ചത്. ഇനി ഇത് പ്രകാരമുള്ള കാര്യങ്ങളിലായിരിക്കും നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണ് പന്ത് എത്തിയിരിക്കുന്നത്. ഇനി അവരായിരിക്കും ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇത്തരത്തിലൊരു നിക്ഷേപം വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതുപോലെ തന്നെ തോമസ് ഐസക്കും അടക്കമുള്ളവർ ഉന്നയിക്കുകയുണ്ടായി. ഈ ഒരു കമ്പനിക്ക് മാത്രം ഇത്രയും അധികം ഷെയർ നൽകുമ്പോൾ അത് ബാക്കി കമ്പനികളുടെ വിഴിഞ്ഞത്തേക്കുള്ള വരവിനെ ബാധിക്കുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ഈ സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവുക. ശരണ്യ, തീർച്ചയായും വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപത്തിന് സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ് അദാനി പോർട്ട് ലിമിറ്റഡ് സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. വിവരങ്ങളാണ് അഞ്ജു നൽകിയത്.